ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് എന്നത് ഒരു സ്ഥാപനത്തിന്റെ സാമ്പത്തിക റിപ്പോർട്ടുകളിലൊന്നാണ്. ഒരു നിശ്ചിത കാലയളവിൽ, സാധാരണയായി ഒരു മാസം, ഒരു പാദം അല്ലെങ്കിൽ ഒരു വർഷം, ഒരു സ്ഥാപനത്തിലേക്ക് എത്ര പണം വന്നു, ക്യാഷ് ഇൻഫ്ലോ, സ്ഥാപനത്തിൽ നിന്ന് എത്ര പണം പുറത്തേക്ക് പോയി, ക്യാഷ് ഔട്ട്ഫ്ലോ എന്ന് ഇത് വിശദീകരിക്കുന്നു. ഇത് സ്ഥാപനത്തിന്റെ പണത്തിന്റെ ഒഴുക്കിനെക്കുറിച്ച് വ്യക്തമായ ചിത്രം നൽകുന്നു. പണമാണ് രാജാവ്, ക്യാഷ് ഇസ് കിങ് എന്ന് പറയുന്നത് പോലെ ഒരു സ്ഥാപനത്തിന്റെ നിലനിൽപ്പിനും വളർച്ചയ്ക്കും പണത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കുന്നത് വളരെ പ്രധാനമാണ്. ഇൻകം സ്റ്റേറ്റ്മെന്റ് ബാലൻസ് ഷീറ്റ് പോലെ തന്നെ പ്രധാനപ്പെട്ട ഒന്നാണ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റും. ബാലൻസ് ഷീറ്റ് ഒരു പ്രത്യേക തീയതിയിലെ സാമ്പത്തിക നില കാണിക്കുമ്പോൾ, ഇൻകം സ്റ്റേറ്റ്മെന്റ് ഒരു കാലയളവിലെ വരുമാനവും ചെലവും കാണിക്കുന്നു. എന്നാൽ ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് പണത്തിന്റെ യഥാർത്ഥ ഒഴുക്കിനെ, ആക്ച്വൽ ക്യാഷ് മൂവ്മെന്റ്സ് മാത്രമാണ് കേന്ദ്രീകരിക്കുന്നത്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ പ്രാധാന്യം. ഇമ്പോർട്ടൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. പണലഭ്യത മനസ്സിലാക്കാൻ, ടു അണ്ടർസ്റ്റാൻഡ് ലിക്വിഡിറ്റി. ഒരു സ്ഥാപനത്തിന് അതിന്റെ ഹ്രസ്വകാല ബാധ്യതകൾ നിറവേറ്റാൻ ആവശ്യമായ പണമുണ്ടോ എന്ന് ഇത് വ്യക്തമാക്കുന്നു. ലാഭവും പണവും തമ്മിലുള്ള വ്യത്യാസം അറിയാൻ, ടു ഡിഫറൻഷിയേറ്റ് പ്രോഫിറ്റ് ആൻഡ് ക്യാഷ്. ഒരു സ്ഥാപനം ലാഭത്തിലാണെങ്കിലും അതിന് പണമില്ലായ്മ, ക്യാഷ് ക്രഞ്ച് നേരിടാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, ഒരു വിൽപ്പന നടന്നാൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ വരുമാനമായി രേഖപ്പെടുത്തും, പക്ഷേ പണം ഉടൻ ലഭിച്ചെന്ന് വരില്ല. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് യഥാർത്ഥ പണത്തിന്റെ ഒഴുക്ക് കാണിക്കുന്നു. ഭാവിയിലെ പണത്തിന്റെ ഒഴുക്ക് പ്രവചിക്കാൻ, ടു ഫോർകാസ്റ്റ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോസ്. കഴിഞ്ഞ കാലങ്ങളിലെ പണത്തിന്റെ ഒഴുക്ക് മനസ്സിലാക്കുന്നത് ഭാവിയിലെ പണത്തിന്റെ ആവശ്യകതകൾ പ്രവചിക്കാൻ സഹായിക്കുന്നു. സാമ്പത്തിക തീരുമാനങ്ങൾ എടുക്കാൻ, ടു മേക്ക് ഫൈനാൻഷ്യൽ ഡിസിഷൻസ്. നിക്ഷേപ തീരുമാനങ്ങൾ, വായ്പാ തിരിച്ചടവ്, ഡിവിഡൻഡ് വിതരണം തുടങ്ങിയ കാര്യങ്ങളിൽ മാനേജു 200 സീമെന്റിനെ സഹായിക്കുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റിന്റെ 3 പ്രധാന ഭാഗങ്ങൾ. 3 മെയിൻ സെക്ഷൻസ് ഓഫ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ഒരു സ്ഥാപനത്തിന്റെ പണത്തിന്റെ ഒഴുക്കിനെ പ്രധാനമായും 3 പ്രവർത്തനങ്ങളായി തരംതിരിക്കുന്നു. 1. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്, CFO. ഇത് ഒരു സ്ഥാപനത്തിന്റെ പ്രധാന പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ആയ പണത്തെ സൂചിപ്പിക്കുന്നു. ഉൽപ്പന്നങ്ങളും സേവനങ്ങളും വിറ്റഴിക്കുന്നതിലൂടെയും ദൈനംദിന ചെലവുകളിലൂടെയും ഉണ്ടാകുന്ന പണത്തിന്റെ ഒഴുക്ക്. ഉദാഹരണങ്ങൾ: ഇൻഫ്ലോസ്, ഉപഭോക്താക്കളിൽ നിന്ന് ലഭിക്കുന്ന പണം, റോയൽറ്റി, കമ്മീഷൻ. ഉദാഹരണങ്ങൾ: ഔട്ട്ഫ്ലോസ്, സാധനങ്ങളും സേവനങ്ങളും വാങ്ങുന്നതിന് നൽകുന്ന പണം, ജീവനക്കാർക്ക് നൽകുന്ന ശമ്പളം, വാടക, വൈദ്യുതി ബിൽ, നികുതി നൽകുന്ന പണം. 2. നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്, CFI. ഇത് ദീർഘകാല ആസ്തികൾ വാങ്ങുന്നതിനും വിൽക്കുന്നതിനും അല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളിൽ നിക്ഷേപിക്കുന്നതിനും ലഭിക്കുന്ന പണം. ഉദാഹരണങ്ങൾ: ഇൻഫ്ലോസ്, കെട്ടിടം, യന്ത്രങ്ങൾ തുടങ്ങിയ സ്ഥിര ആസ്തികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണം, മറ്റ് കമ്പനികളിലെ ഓഹരികൾ വിൽക്കുമ്പോൾ ലഭിക്കുന്ന പണം, വായ്പ നൽകിയത് തിരികെ ലഭിക്കുമ്പോൾ. ഉദാഹരണങ്ങൾ: ഔട്ട്ഫ്ലോസ്, കെട്ടിടം, യന്ത്രങ്ങൾ തുടങ്ങിയ സ്ഥിര ആസ്തികൾ വാങ്ങാൻ നൽകുന്ന പണം, മറ്റ് കമ്പനികളിലെ ഓഹരികൾ വാങ്ങാൻ നൽകുന്ന പണം, മറ്റുള്ളവർക്ക് വായ്പ നൽകുമ്പോൾ. 3. ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ്, CFF. ഇത് ഉടമസ്ഥരിൽ നിന്നും കടക്കാരെയും സ്വാധീനിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളിലൂടെ ലഭിക്കുന്നതോ നഷ്ടപ്പെടുന്നതോ ആയ പണത്തെ സൂചിപ്പിക്കുന്നു. അതായത് മൂലധനം, ക്യാപിറ്റൽ വർദ്ധിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട പണത്തിന്റെ ഒഴുക്ക്. ഉദാഹരണങ്ങൾ: ഇൻഫ്ലോസ്, ഓഹരികൾ പുറത്തിറക്കുന്നതിലൂടെ ലഭിക്കുന്ന പണം, ബാങ്കുകളിൽ നിന്ന് വായ്പ എടുക്കുമ്പോൾ ലഭിക്കുന്ന പണം. ഉദാഹരണങ്ങൾ: ഔട്ട്ഫ്ലോസ്, വായ്പ തിരിച്ചടയ്ക്കുന്ന പണം, ഓഹരി ഉടമകൾക്ക് ഡിവിഡൻഡ് നൽകുമ്പോൾ, സ്വന്തം ഓഹരികൾ തിരികെ വാങ്ങുമ്പോൾ. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കുന്ന രീതികൾ. മെത്തഡ്സ് ഓഫ് പ്രിപ്പയറിംഗ് ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് തയ്യാറാക്കാൻ 2 പ്രധാന രീതികളുണ്ട്. 1. നേരിട്ടുള്ള രീതി, ഡയറക്റ്റ് മെത്തഡ്. ഈ രീതിയിൽ പ്രധാന പ്രവർത്തനങ്ങളിലൂടെയുള്ള എല്ലാ പണവരവുകളും, ക്യാഷ് റിസീറ്റ്സ്, പണച്ചിലവുകളും, ക്യാഷ് പേയ്മെന്റ്സ് നേരിട്ട് രേഖപ്പെടുത്തുന്നു. ഇത് മനസ്സിലാക്കാൻ എളുപ്പമാണ്, കാരണം ഇത് യഥാർത്ഥ പണത്തിന്റെ ഒഴുക്ക് വ്യക്തമായി കാണിക്കുന്നു. പ്രധാനമായും ഉപഭോക്താക്കളിൽ നിന്ന് ലഭിച്ച പണം, വിതരണക്കാർക്ക് നൽകിയ പണം, ജീവനക്കാർക്ക് നൽകിയ പണം, നികുതി നൽകിയ പണം തുടങ്ങിയവ നേരിട്ട് കാണിക്കുന്നു. അന്താരാഷ്ട്ര അക്കൗണ്ടിംഗ് നിലവാരങ്ങൾ, ഇന്റർനാഷണൽ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ്, IAS. ഈ രീതിയാണ് കൂടുതൽ പ്രോത്സാഹിപ്പിക്കുന്നത്. 2. പരോക്ഷ രീതി, ഇൻഡയറക്റ്റ് മെത്തഡ്. ഈ രീതിയിൽ ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്നുള്ള അറ്റാദായത്തിൽ നെറ്റ് ഇൻകം നിന്ന് ആരംഭിച്ച് പണമല്ലാത്ത ഇടപാടുകൾ, നോൺ ക്യാഷ് ട്രാൻസാക്ഷൻസ്, ഉദാഹരണത്തിന് ഡിപ്രീസിയേഷൻ, പ്രവർത്തന മൂലധനത്തിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ എന്നിവ ക്രമീകരിച്ച് പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റാദായം കണക്കാക്കുന്നു. കൂടുതൽ സ്ഥാപനങ്ങളും ഈ രീതിയാണ് ഉപയോഗിക്കുന്നത്, കാരണം ഇത് ബാലൻസ് ഷീറ്റും ഇൻകം സ്റ്റേറ്റ്മെന്റും ഉപയോഗിച്ച് എളുപ്പത്തിൽ തയ്യാറാക്കാം. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഘട്ടം ഘട്ടമായി, പരോക്ഷ രീതി, ഇൻഡയറക്റ്റ് മെത്തേഡ് തയ്യാറാക്കുന്ന വിധം. സാധാരണയായി പരോക്ഷ രീതിയാണ് കൂടുതൽ പ്രചാരത്തിലുള്ളത്. അതിനാൽ പരോക്ഷ രീതി വിശദീകരിക്കാം. ഇതിന് ഇൻകം സ്റ്റേറ്റ്മെന്റും 2 കാലയളവിലെ തുടക്കവും ഒടുക്കവും ബാലൻസ് ഷീറ്റും ആവശ്യമാണ്. ഘട്ടം 1. റിപ്പോർട്ടിംഗ് കാലയളവ് നിർണ്ണയിക്കുക. ഡിറ്റർമിൻ ദ റിപ്പോർട്ടിംഗ് പീരിയഡ്. ഏത് കാലയളവിലേക്കുള്ള ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റാണ് തയ്യാറാക്കേണ്ടതെന്ന് തീരുമാനിക്കുക. ഉദാഹരണത്തിന്, 1 വർഷം, 1 പാദം. ഘട്ടം 2. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ നിന്ന് അറ്റാദായം, നെറ്റ് ഇൻകം എടുക്കുക. അറ്റാദായത്തിൽ നിന്നാണ് പരോക്ഷ രീതി ആരംഭിക്കുന്നത്. ഘട്ടം 3. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് കണക്കാക്കുക. അറ്റാദായം കൊണ്ട് തുടങ്ങുക. സ്റ്റാർട്ട് വിത്ത് നെറ്റ് ഇൻകം. ഇതൊരു ലാഭം നഷ്ടം, പ്രോഫിറ്റ്സ് ലോസ് സംഖ്യയാണ്, അല്ലാതെ പണമല്ല. പണമല്ലാത്ത ചെലവുകളും വരുമാനങ്ങളും തിരുത്തുക. അഡ്ജസ്റ്റ് ഫോർ നോൺ ക്യാഷ് എക്സ്പെൻസസ് ആൻഡ് റവന്യൂസ്. ഇൻകം സ്റ്റേറ്റ്മെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും പണത്തിന്റെ ഒഴുക്കിന് കാരണമാകാത്ത കാര്യങ്ങൾ തിരുത്തുക, കൂട്ടിച്ചേർക്കുക. ആഡ് ബാക്ക്. ഡിപ്രീഷിയേഷൻ, ആസ്തികളുടെ മൂല്യം കുറയുന്നത്. ഇതൊരു പണമല്ലാത്ത ചെലവാണ്, അതിനാൽ ലാഭത്തിൽ നിന്ന് കുറച്ചിട്ടുണ്ടെങ്കിൽ തിരികെ കൂട്ടിച്ചേർക്കണം. അമോർട്ടൈസേഷൻ, അദൃശ്യ ആസ്തികളുടെ മൂല്യം കുറയുന്നത്. ഡിപ്രീസിയേഷൻ പോലെ. ആസ്തികൾ വിറ്റതിലുള്ള നഷ്ടം, ലോസ് ഓൺ സെയിൽ ഓഫ് ആസറ്റ്സ്. ഇത് പണനഷ്ടമല്ല. ബുക്ക് യു 200 സി വാല്യൂവും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. കുറയ്ക്കുക. സബ്ട്രാക്ട്.
ആസ്തികൾ വിറ്റതിലുള്ള ലാഭം, ഗെയിൻ ഓൺ സെയിൽ ഓഫ് ആസറ്റ്സ്. ഇത് പണം ലഭിച്ചതിലൂടെയുള്ള ലാഭമല്ല. ബുക്ക് യു 200 സി വാല്യൂവും വിൽപ്പന വിലയും തമ്മിലുള്ള വ്യത്യാസമാണ്. പ്രവർത്തന മൂലധനത്തിലെ മാറ്റങ്ങൾ ക്രമീകരിക്കുക. അഡ്ജസ്റ്റ് ഫോർ ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. നിലവിലുള്ള ആസ്തികളിലും കറന്റ് ആസറ്റ്സ്, നിലവിലുള്ള ബാധ്യതകളിലും കറന്റ് ലയബിലിറ്റീസ് ഉണ്ടായ മാറ്റങ്ങൾ പണത്തിന്റെ ഒഴുക്കിനെ സ്വാധീനിക്കുന്നു. നിലവിലുള്ള ആസ്തികളിലെ മാറ്റങ്ങൾ. നിലവിലുള്ള ആസ്തികൾ വർദ്ധിച്ചാൽ ഇൻക്രീസ് ഇൻ കറന്റ് ആസറ്റ്സ്. ഇത് പണം പുറത്തേക്ക് പോയതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സ്റ്റോക്ക് വാങ്ങാൻ പണം ഉപയോഗിച്ചു, അതിനാൽ ഇത് കുറയ്ക്കുക. നിലവിലുള്ള ആസ്തികൾ കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ കറന്റ് ആസറ്റ്സ്. ഇത് പണം വന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, കടം പിരിച്ചെടുത്തു, അതിനാൽ ഇത് കൂട്ടിച്ചേർക്കുക. നിലവിലുള്ള ബാധ്യതകളിലെ മാറ്റങ്ങൾ. നിലവിലുള്ള ബാധ്യതകൾ വർദ്ധിച്ചാൽ ഇൻക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റീസ്. ഇത് പണം അകത്തേക്ക് വന്നതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സപ്ലയർമാർക്ക് പണം കൊടുക്കുന്നത് വൈകിപ്പിച്ചപ്പോൾ, അതിനാൽ ഇത് കൂട്ടിച്ചേർക്കുക. നിലവിലുള്ള ബാധ്യതകൾ കുറഞ്ഞാൽ ഡിക്രീസ് ഇൻ കറന്റ് ലയബിലിറ്റീസ്. ഇത് പണം പുറത്തേക്ക് പോയതിനെ സൂചിപ്പിക്കുന്നു. ഉദാഹരണത്തിന്, സപ്ലയർമാർക്ക് പണം കൊടുത്തപ്പോൾ, അതിനാൽ ഇത് കുറയ്ക്കുക. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ് ലഭിക്കും. ഘട്ടം 4. നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണക്കാക്കുക. ഇത് ദീർഘകാല ആസ്തികളുടെ വാങ്ങൽ, വിൽക്കൽ എന്നിവയുമായി ബന്ധപ്പെട്ട പണത്തിന്റെ ഒഴുക്കാണ്. പുറത്തേക്ക് പോകുന്ന പണം, ക്യാഷ് ഔട്ട്ഫ്ലോസ്. പുതിയ സ്ഥിര ആസ്തികൾ വാങ്ങിയത്, പർച്ചേസ് ഓഫ് പ്രോപ്പർട്ടി, പ്ലാന്റ് ആൻഡ് എക്വിപ്മെന്റ് (PPE). മറ്റ് കമ്പനികളിൽ നിക്ഷേപിച്ചത്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. അകത്തേക്ക് വരുന്ന പണം, ക്യാഷ് ഇൻഫ്ലോസ്. സ്ഥിര ആസ്തികൾ വിറ്റപ്പോൾ ലഭിച്ചത്, പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് PPE. നിക്ഷേപങ്ങൾ വിറ്റപ്പോൾ ലഭിച്ചത്, പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. ഇവയെല്ലാം കൂട്ടി നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തുക. ഘട്ടം 5. ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ് കണക്കാക്കുക. ഇത് ഓഹരി ഉടമകളുമായും കടക്കാരുമായും ബന്ധപ്പെട്ട പണത്തിന്റെ ഒഴുക്കാണ്. അകത്തേക്ക് വരുന്ന പണം, ക്യാഷ് ഇൻഫ്ലോസ്. പുതിയ ഓഹരികൾ പുറത്തിറക്കിയത്, പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്. പുതിയ വായ്പകൾ എടുത്തത്, പ്രൊസീഡ്സ് ഫ്രം ബോറോവിംഗ്സ് ലോൺസ്. പുറത്തേക്ക് പോകുന്ന പണം, ക്യാഷ് ഔട്ട്ഫ്ലോസ്. വായ്പകൾ തിരിച്ചടച്ചത്, റിപേയ്മെന്റ് ഓഫ് ലോൺസ്, ഡിബെഞ്ചേഴ്സ്. ഡിവിഡന്റ് നൽകിയത്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. സ്വന്തം ഓഹരികൾ തിരികെ വാങ്ങിയത്, റിപ്പർച്ചേസ് ഓഫ് ഷെയർസ്. ഇവയെല്ലാം കൂട്ടി ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ് കണ്ടെത്തുക. ഘട്ടം 6. മൊത്തം പണത്തിന്റെ വർധനവോ കുറവോ കണക്കാക്കുക. കാൽക്കുലേറ്റ് നെറ്റ് ഇൻക്രീസ്, ഡിക്രീസ് ഇൻ ക്യാഷ്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, CFO. നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, CFI. ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, CFF. ഈ 3 വിഭാഗങ്ങളുടെയും അറ്റത്തുകകൾ കൂട്ടിച്ചേർക്കുക. ഇത് നിശ്ചിത കാലയളവിൽ പണത്തിന്റെ മൊത്തം വർധനവോ കുറവോ കാണിക്കും. മൊത്തം പണത്തിന്റെ വർധനവ് കുറവ് സമം CFO പ്ലസ് CFI പ്ലസ് CF. ഘട്ടം 7. പ്രാരംഭ പണ ബാലൻസ് കൂട്ടിച്ചേർക്കുക. ആഡ് ബിഗിനിംഗ് ക്യാഷ് ബാലൻസ്. റിപ്പോർട്ടിംഗ് കാലയളവിന്റെ തുടക്കത്തിൽ കയ്യിലുണ്ടായിരുന്ന പണത്തിന്റെ ബാലൻസ് ഈ തുകയോട് കൂട്ടിച്ചേർക്കുക. ഇത് ബാലൻസ് ഷീറ്റിലെ മുൻകാലയളവിലെ പണത്തിന്റെ ബാലൻസ് ആയിരിക്കും. ഘട്ടം 8. അവസാന പണ ബാലൻസ് പരിശോധിക്കുക. വെരിഫൈ എൻഡിംഗ് ക്യാഷ് ബാലൻസ്. പ്രാരംഭ പണ ബാലൻസ് പ്ലസ് മൊത്തം പണത്തിന്റെ വർധനവ് കുറവ് സമം അവസാന പണ ബാലൻസ്, എൻഡിംഗ് ക്യാഷ് ബാലൻസ്. ഈ തുക നിലവിലെ ബാലൻസ് ഷീറ്റിലെ പണത്തിന്റെ ബാലൻസുമായി ഒത്തുപോകണം. ഒത്തുപോകുന്നില്ലെങ്കിൽ കണക്കുകൂട്ടലുകളിൽ പിശകുണ്ടെന്ന് അർത്ഥമാക്കുന്നു. ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ് ഫോർമാറ്റ്. മാതൃക. കമ്പനിയുടെ പേര്, ക്യാഷ് ഫ്ലോ സ്റ്റേറ്റ്മെന്റ്, കാലയളവ്. 1. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. അറ്റാദായം, നെറ്റ് ഇൻകം. ക്രമീകരണങ്ങൾ, അഡ്ജസ്റ്റ്മെന്റ്സ്, ഡിപ്രീഷിയേഷൻ, അമോർട്ടൈസേഷൻ. സ്ഥിര ആസ്തികൾ വിറ്റതിലുള്ള നഷ്ടം പ്ലസ് ലാഭം, ലോസ് ഓൺ സെയിൽ ഓഫ് ആസറ്റ്സ് പ്ലസ് ഗെയിൻ ഓൺ സെയിൽ ഓഫ് ആസറ്റ്സ്. പ്രവർത്തന മൂലധനത്തിലെ മാറ്റങ്ങൾ, ചേഞ്ചസ് ഇൻ വർക്കിംഗ് ക്യാപിറ്റൽ. കടം കിട്ടാനുള്ളവ കുറഞ്ഞത് പ്ലസ് ബൈ കൂടിയത്, ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ പ്ലസ് ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് റിസീവബിൾ. സ്റ്റോക്ക് കുറഞ്ഞത് പ്ലസ് ബൈ കൂടിയത്, ഡിക്രീസ് ഇൻ ഇൻവെന്ററി പ്ലസ് ഇൻക്രീസ് ഇൻ ഇൻവെന്ററി. നൽകാനുള്ളവ കൂടിയത് പ്ലസ് ബൈ കുറഞ്ഞത്, ഇൻക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ പ്ലസ് ഡിക്രീസ് ഇൻ അക്കൗണ്ട്സ് പേയബിൾ. മറ്റെന്തെങ്കിലും നിലവിലുള്ള ആസ്തികളോ ബാധ്യതകളോ. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഓപ്പറേറ്റിംഗ് ആക്ടിവിറ്റീസ്. 2. നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. സ്ഥിര ആസ്തികൾ വാങ്ങിയത്, പർച്ചേസ് ഓഫ് ഫിക്സ്ഡ് ആസറ്റ്സ്. സ്ഥിര ആസ്തികൾ വിറ്റപ്പോൾ ലഭിച്ചത്, പ്ലസ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഫിക്സ്ഡ് ആസറ്റ്സ്. നിക്ഷേപങ്ങൾ വാങ്ങിയത്, പർച്ചേസ് ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. നിക്ഷേപങ്ങൾ വിറ്റപ്പോൾ ലഭിച്ചത്, പ്ലസ് പ്രൊസീഡ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെന്റ്സ്. നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഇൻവെസ്റ്റിംഗ് ആക്ടിവിറ്റീസ്. 3. ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള പണത്തിന്റെ ഒഴുക്ക്, ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ്. ഓഹരികൾ പുറത്തിറക്കിയതിലൂടെ ലഭിച്ചത്, പ്ലസ് പ്രൊസീഡ്സ് ഫ്രം ഇഷ്യൂവൻസ് ഓഫ് ഷെയർസ്. വായ്പകൾ എടുത്തത്, പ്ലസ് പ്രൊസീഡ്സ് ഫ്രം ലോൺസ്. വായ്പകൾ തിരിച്ചടച്ചത്, റീപേയ്മെന്റ് ഓഫ് ലോൺസ്. ഡിവിഡന്റ് നൽകിയത്, പേയ്മെന്റ് ഓഫ് ഡിവിഡൻസ്. സ്വന്തം ഓഹരികൾ തിരികെ വാങ്ങിയത്, റിപ്പർച്ചേസ് ഓഫ് ഷെയർസ്. ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള അറ്റ ക്യാഷ് ഫ്ലോ, നെറ്റ് ക്യാഷ് ഫ്ലോ ഫ്രം ഫൈനാൻസിംഗ് ആക്ടിവിറ്റീസ്. പണത്തിന്റെ മൊത്തം വർധനവ് കുറവ്, നെറ്റ് ഇൻക്രീസ് ഡിക്രീസ് ഇൻ ക്യാഷ്. പ്രവർത്തനങ്ങളിൽ നിന്നുള്ള CF പ്ലസ് നിക്ഷേപ പ്രവർത്തനങ്ങളിൽ നിന്നുള്ള CF പ്ലസ് ധനസമ്പാദന പ്രവർത്തനങ്ങളിൽ നിന്നുള്ള CF. പ്രാരംഭ പണ ബാലൻസ്, ക്യാഷ് ബാലൻസ് അറ്റ് ദ ബിഗിനിംഗ് ഓഫ് ദ പീരിയഡ്. അവസാന പണ ബാലൻസ്, ക്യാഷ് ബാലൻസ് അറ്റ് ദി എൻഡ് ഓഫ് ദ പീരിയഡ്. ഈ ഘട്ടങ്ങൾ പിന്തുടർന്ന് ഒരു സ്ഥാപനത്തിന്റെ പണത്തിന്റെ ഒഴുക്കിനെക്കുറിച്ചുള്ള സമഗ്രമായ ചിത്രം ലഭിക്കും. ഇത് സാമ്പത്തിക വിശകലനത്തിനും തീരുമാനങ്ങൾ എടുക്കുന്നതിനും അത്യന്താപേക്ഷിതമാണ്.